ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ട ദുരിതബാധിതരുടെ സമരം കൂടുതൽ ശക്തമാക്കുന്നു. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് 29 ദിവസമായി തുടർന്ന കുത്തിയിരിപ്പ് സമരം നിരാഹാര സമരമായി മാറി. കുട്ടികളും വയോധികരും ഗർഭിണിയും ഉൾപ്പെടെയുള്ള ദുരന്തബാധിതരാണ് സമരരംഗത്ത്. അടിമാലി പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പുനരധിവാസം ആവശ്യപ്പെട്ടുള്ള ദുരന്തബാധിതരുടെ കുത്തിയിരിപ്പ് സമരം 29ാം ദിവസത്തിലേക്ക് കടന്നു. ഒരു മാസമായി സമരം തുറന്നിട്ടും ഭരണകൂടം അവഗണിക്കുകയാണെന്ന് ആരോപിച്ചാണ് സമരസമിതി നിരാഹാര സമരം ആരംഭിച്ചത്. കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ള ദുരന്തബാധിതർക്കൊപ്പം ഒരു ഗർഭിണിയും നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർക്കാർ നൽകിയ പുനരധിവാസ വാഗ്ദാനങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും സമരക്കാർ. ഞങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ട് ഇത്രയേറെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ കിടന്നിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കാനോ കഴിയാത്ത ഈ അധികാരികളോടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരോടും ഒരു നന്ദി തന്നെ പറഞ്ഞേക്കാം. കാരണം പട്ടികൾക്ക് ഇതിൽ കൂടുതൽ വിലയുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു വർഷമായി ഞങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഞങ്ങളുടെ ഈ വിഷമവും വേദനയും കാണാൻ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മറ്റു മാർഗങ്ങളിലേക്ക് കൂടി കടക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു പട്ടിണി സമരം മാത്രമാണ്. ഇനിയും സമരം ഘടിപ്പിക്കേണ്ടി വന്നാൽ ആ രീതിയിലേക്ക് പോകും. എന്തായാലും ഈ സമരത്തിന് പിന്മാറാനോ ഞങ്ങളുടെ ആനുകൂല്യം ലഭിക്കാതെ ഞങ്ങളിവിടുന്ന് പോകാനോ ഒരു സാധ്യതയുമില്ല. ഇത് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്, അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ്. സമരപന്തലിലെത്തി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമായ ഉറപ്പു നൽകുകയും പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യണമെന്ന് ആവശ്യമാണ് ദുരന്തബാധിതർ ഉയർത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.